മുമ്പൊരു കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിരുന്നു PSC. പാവപ്പെട്ട കുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ, കഷ്ടപ്പെട്ട് ഉറക്കമിളച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ കുട്ടികളുടെ, യുവാക്കളുടെ, യുവതികളുടെ ഏക ആശ്രയമായിരുന്നു PSC. അവിടെ ഇപ്പോൾ ഇരിക്കുന്നത് മുഴുവൻ ഇടതുപക്ഷ മുന്നണി വച്ചിട്ടുള്ള ആളുകളാണ്, കൂടുതൽ ആളുകൾ. എനിക്ക് തോന്നുന്നു UDF-ൻ്റെ ആരുമില്ലെന്നാണ് തോന്നുന്നത്. CPM-ൻ്റെ CPI-യുടെയും പ്രതിനിധികളാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് കേൾക്കുന്നത്? ആസൂത്രണ ബോർഡിൽ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ശമ്പളം വാങ്ങുന്ന 1.5 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് ശമ്പളം കിട്ടുന്ന അവിടുത്തെ ചീഫിൻ്റെ പോസ്റ്റിൽ വലിയ തിരിമറി. 240 പേർ പരീക്ഷ എഴുതിയതിൽ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നോക്കിയിട്ടില്ല. 10 ക്വസ്റ്റ്യൻസ് നോക്കാതെ ഒരാളെ ലിസ്റ്റ് ഇട്ടിട്ട് ഒരാളിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുന്നു. വളരെ വേഗത്തിൽ അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നു. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഇതിനെ സംബന്ധിച്ച് തർക്കം വരുന്നു. ലാ കോളേജിലെ പ്രൊഫസറെ സംബന്ധിച്ച് അപ്പോയിൻമെൻറ്റിൽ തർക്കം വരുന്നു. പോലീസ് സൂപ്രണ്ടിൻ്റെ കാര്യത്തിൽ തർക്കം വരുന്നു. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ തർക്കം വരുന്നു. ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതുന്ന മാർക്ക്, ഒരു കുട്ടിക്ക്, ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക്, കുട്ടിയെന്നല്ല, ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് ഇൻ്റർവ്യൂ ബോർഡ് അറിയുന്നത് എങ്ങനെയാണ്? ഇൻ്റർവ്യൂ ബോർഡിന് അറിയാൻ കഴിയില്ലല്ലോ. ഫാൾസ് നമ്പർ ഇട്ടല്ലേ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ കൃത്യമായി മാർക്ക് അറിഞ്ഞിട്ട് അതനുസരിച്ച് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്ത് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത്? ഇത് ഭരണഘടനാ സ്ഥാപനമാണെന്നേ. കേരളത്തെക്കാൾ എത്രയോ ഇരട്ടി പോപ്പുലേഷനുള്ള സ്ഥലമാണ് UP. ആ ഉത്തർപ്രദേശിൽ ഇതിൻ്റെ 1/3 PSC മെമ്പർമാരില്ലല്ലോ. ഇവിടെ ജംബോ സർക്കസ് പോലുള്ള PSC അംഗത്വമുണ്ട്. വലിയ ശമ്പളം കൊടുത്തത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ ആശാ വർക്കേഴ്സിനും അങ്കണവാടിക്കും പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വലിയ തുകയാണ് PSC-കാർക്ക് കൊടുത്തത്. വലിയ തർക്കം നടന്നു. ആ പൈസ വേണ്ടാന്ന് ഒരു സഹാക്കളും പറഞ്ഞില്ല, ഒരു ഇടതുപക്ഷക്കാരും പറഞ്ഞില്ല. ഞങ്ങൾക്കിങ്ങനെ വർദ്ധിപ്പിച്ച ഈ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ, സംസ്ഥാനം ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ നിങ്ങൾ 7,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ ശമ്പളം വാങ്ങുന്ന ആശാ വർക്കേഴ്സിൻ്റെ 500 രൂപ കൂട്ടിക്കൊടുക്കൂ, ഞങ്ങൾക്ക് കൂട്ടിത്തരേണ്ടതല്ല എന്ന് ഒരു PSC മെമ്പറും പറഞ്ഞില്ല. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളമെന്ന് കേൾക്കുന്നു. എനിക്കറിയില്ല, ഞാനിതിനെ കണക്കെടുക്കുന്ന ആളല്ല. പക്ഷെ വളരെ പരിതാപകരമാണ്. അത്ര രൂപ ശമ്പളം, വലിയ ശമ്പളവും മുന്തിയ ശമ്പളവും വാങ്ങി, കാറുമായി കൃത്യമായി എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് PSC മെമ്പർ എന്ന ഒരു അധികാരം ഉപയോഗിച്ച്, ഒരു ഇമേജ് ഉപയോഗിച്ച് സമൂഹത്തിൽ വലിയ തോതിൽ വലിയ ഇമേജിൽ ജീവിക്കുന്ന PSC അംഗങ്ങൾ, നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഉഡായിപ്പാണ്, തെമ്മാടിത്തരമാണ്. പറയാൻ വാക്കുകളില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെക്കുറിച്ച് അങ്ങനെ അധിക്ഷേപിച്ച് പറയുന്നത് ശരിയല്ല. സ്ഥാപനത്തെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായമില്ല, വ്യക്തികളെക്കുറിച്ചാണ് അഭിപ്രായം. നിങ്ങൾ എന്താണ് അവിടെ ഇരുന്ന് ചെയ്തു കൂട്ടുന്നത്? എന്ത് സംവിധാനമാണ് അവിടെ ഉള്ളത്? ഇതിനെതിരെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ? സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടോ? CBI വരെ അന്വേഷിക്കണം. ഇതുപോലെ നടന്ന കേസുകളിൽ CBI അന്വേഷണം വന്നിട്ടുണ്ട് രാജ്യത്ത്. ചോദ്യം ചോർച്ച കേസിലും ഇതുപോലെ PSC പിഴവിലും ഒക്കെ CBI അന്വേഷണം നടന്നിട്ടുണ്ട്. സമഗ്രമായി കേരള PSC-യിലെ കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന അപ്പോയിൻമെൻറ്റുകൾ സമഗ്രമായി പരിശോധിക്കണം. അപ്പോഴറിയാം ഓരോ ലിസ്റ്റിലും ആരെയെല്ലാം കുത്തിത്തിരികിയിട്ടുണ്ട്, എത്രയായിരുന്നു റാങ്ക് ലിസ്റ്റ്. എന്തൊരു സങ്കടമാണ്. കഷ്ടപ്പെട്ടിട്ടല്ലേ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ പാസ്സാവുന്നത്? അതിനേക്കാൾ കഷ്ടപ്പെട്ടിട്ടില്ലേ PSC പരീക്ഷ പാസ്സാവുന്നത്? PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലൊന്ന് കയറി വന്നാൽ, അല്ലെങ്കിൽ ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നാൽ തനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അഭിമാനത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അവർ നിൽക്കുമ്പോഴാണ് പരീക്ഷ എഴുതി കഴിയുമ്പോൾ ഇൻ്റർവ്യൂവിൽ തിരിമറി കാണിച്ച്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തിരിമറി കാണിച്ച്, ആൻസർ ഷീറ്റിൽ തിരിമറി കാണിച്ച്, ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കാതെ നിർത്തി 10ഓളം ചോദ്യങ്ങൾ വാല്യൂ ചെയ്യാതിരുന്ന് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നത്. ഇതൊരു സങ്കടകരമാണ് PSC കാണിക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെ ഇത് നിങ്ങളൊക്കെ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായി? നിങ്ങളൊക്കെ എങ്ങനെ സഹാക്കളായി? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആരെങ്കിലും ബുദ്ധിമുട്ടിയിട്ട് കാര്യമുണ്ടോ?
ചോദിക്കുന്നവനെ തെറി പറഞ്ഞിട്ടോ ചോദിക്കുന്ന സംവിധാനത്തെ തെറി പറഞ്ഞിട്ടോ കാര്യമുണ്ടോ? സകല ചാനലുകളും നിങ്ങളെടുത്ത് അലക്കുകയല്ലേ? നാണമുണ്ടോ? നിങ്ങൾ രാജിവെച്ച് പോണ്ടേ? നാണമോ മാനമോ ലജ്ജയോ സ്വാഭിമാനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴേ രാജി കൊടുത്തിട്ട് പോണ്ടേ? ഞങ്ങൾക്ക് പിഴവ് പറ്റി, ഞങ്ങൾക്ക് വേണ്ട ഈ പദവി. നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആളുകൾ എടുത്താൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല. കാലം അങ്ങനെയാണ്. കലികാലത്തിൻ്റെ ഏറ്റവും കലുഷിതമായ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളെല്ലാം നല്ലവരായിരിക്കും, മിടുക്കരായിരിക്കും, കഴിവുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവിടെ വച്ചത്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചമുള്ളവരായിരിക്കും. അതുകൊണ്ടാണല്ലോ അവിടെ ഒരു പോസ്റ്റിൽ നിങ്ങൾ വരുന്നത്. അല്ല സാധാരണ വഴിയെ പോകുന്ന ഒരാളിന് അവിടെ ഒരു പോസ്റ്റ് വരാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കൃത്യമായി നിങ്ങളത് അന്വേഷണം വെക്കണം. ബന്ധപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്യണം. അതുവരെ നിങ്ങൾ മാറി നിൽക്കണം. PSC മെമ്പർമാർ, അതുവരെ ഈ ഇൻ്റർവ്യൂ നടത്തിയ മെമ്പർമാർ അവർ രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അവർ മാറി നിൽക്കണം. നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നും നിങ്ങളുടെ തീരുമാനങ്ങൾ ശുദ്ധമാണെന്നും അറിയുന്നത് വരെ നിങ്ങൾ മാറി നിൽക്കണം. സങ്കടകരമാണ് ഈ കാണിക്കുന്നത്. വളരെ മോശമാണ്. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല PSCയിൽ. കാരണം അത്രമാത്രം കഷ്ടപ്പെടുന്ന ജനതയുടെ റിസർവേഷനിൽ നിങ്ങൾ തട്ടിപ്പടത്തിയിരിക്കുന്നു. പ്രൊഫസർമാരുടെ ലിസ്റ്റിൽ ചെറിയ പോസ്റ്റുകളിലല്ല, ഒരു ക്ലർക്ക് അല്ലെങ്കിൽ ഒരു പിയൂൺ, ലാസ്റ്റ് ഗ്രേഡ്, ഒരു അറ്റൻഡർ, ചെറിയ പോസ്റ്റുകളിലല്ല ഈ തരികിടയെല്ലാം നടന്നിരിക്കുന്നത്. വൻകിട പോസ്റ്റുകളിലാണ്, വളരെ വലിയ പോസ്റ്റുകളിലാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ അറിയുന്നു ഉദ്യോഗാർത്ഥി ഒരാൾ ജോലി അപ്ലൈ ചെയ്താൽ അയാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നോ ഒക്കെ തിരക്കി അങ്ങനെ വരുമോ? അപ്പോൾ അങ്ങനെ വരാൻ കഴിവുള്ള ഉദ്യോഗാർത്ഥിയും പ്രഗത്ഭനാണല്ലോ. ഞാൻ ഇന്ന കഴിവുള്ള ആളാണെന്ന് പറഞ്ഞ് PSCയെ സ്വാധീനിച്ച്, PSC ചെയർമാനെ സ്വാധീനിച്ച്, മെമ്പർമാരെ സ്വാധീനിച്ച്, ഇൻ്റർവ്യൂ ബോർഡിനെ സ്വാധീനിച്ച്, ക്വസ്റ്റ്യൻ ബാങ്ക് ഒരാളിനെ കൊണ്ട് മാത്രം ക്വസ്റ്റ്യൻ ഉണ്ടാക്കിച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ അട്ടിമറിച്ച് എന്തൊക്കെയാണ് നടക്കുന്ന മാഷന്മാരെ? സങ്കടമാണ്, വേദനയുള്ള കാര്യമാണ്. ഒരു സാഹചര്യത്തിൽ ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ എന്തെങ്കിലും ഉളുപ്പ് ഉണ്ടെങ്കിൽ VSൻ്റെ ഭാഷയിൽ പറഞ്ഞ അച്യുതാനന്ദൻ്റെ VS അച്യുതാനന്ദൻ സഖാവ് VSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പ് വേണം, ഉളുപ്പ്. അതില്ലാത്തവരോട് എന്ത് പറയാൻ? നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവരോട് എന്ത് പറയാൻ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.